السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധരായ സ്വഹാബത്തും പരിശുദ്ധ ദീനിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം മക്കയിൽ തുടങ്ങിയപ്പോഴേക്ക് വ്യത്യസ്തമായ ക്രൂരതകളും പ്രയാസങ്ങളും നേരിടുകയും അതിനെയെല്ലാം ക്ഷമ കൊണ്ടും സഹിഷ്ണുത കൊണ്ടും കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തെങ്കിലും വളരെ ദുർഘടമായ സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച സമ്മതപ്രകാരം മദീനയുടെ മണ്ണിലേക്ക് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ നടത്തുകയും അവിടുത്തെ കൂടെ സർവം സ്വദേശത്ത് തന്നെ ഇട്ടേച്ചു പോന്ന നൂറുകണക്കിന് വരുന്ന സ്വഹാബി കുടുംബം ഉണ്ട്. അവരെല്ലാം വിശ്വാസത്തിലേക്ക്, വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ സ്വന്തം കുടുംബങ്ങളിൽ നിന്നും ഇഷ്ടജനങ്ങളിൽ നിന്നുപോലും പല രീതിയിലുമുള്ള പ്രയാസങ്ങളെ നേരിട്ട ആളുകൾ ആണ്. ഏതായാലും അവരുടെ ജീവിതം മദീനയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീന വിരുന്നൊരുക്കുകയാണ്. സന്തോഷത്തിന്റെയും അതോടൊപ്പം തന്നെ പ്രബോധനത്തിന്റെ സുന്ദരമായിരിക്കുന്ന കാലഘട്ടം മദീന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. പക്ഷേ മദീനയിലേക്ക് വരലോടുകൂടെ മക്കയിലെ കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും അതിനെല്ലാം ഒരു അറുതി വരികയും സ്വസ്ഥമായി ജീവിതം നയിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഖുറൈശികൾ വീണ്ടും ഇവരെ പ്രയാസപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. ചെറിയ ചെറിയ കലഹങ്ങളും സംഘട്ടനങ്ങളും പ്രയാസങ്ങളും പിന്നീട് പ്രധാന യുദ്ധങ്ങളായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുന്ന് ഹിജറ വന്നതിന് 2-ാം വർഷം. എന്നാൽ ഹിജറയുടെ 2-ാം വർഷം ബദർ യുദ്ധവും ഹിജറയുടെ 3-ാം വർഷം ഉഹദ് യുദ്ധവും ശേഷം ഖന്ദഖും ഹുനൈനും ഖൈബറും പിന്നെ ഫത്ഹ് മക്കയുമെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ആകെ 27 ഗസ്വത്തുകൾ എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കങ്ങൾ, ആ രീതിയിൽ 27 ഗസ്വത്തുകളും അതേസമയം 47-ലേറെ സരീയത്തുകൾ ഹബീബായ തങ്ങൾ നേരിട്ട് പങ്കെടുക്കാതെ അവിടുന്ന് ഇല്ലാത്ത സൈനിക നീക്കങ്ങളാണ്. ആ രീതിയിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതേസമയം നോക്കൂ നിങ്ങൾ, ഇത്രയെല്ലാം യുദ്ധങ്ങൾ നടന്നിട്ടും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുന്നോട്ട് വെച്ച ആശയം അനാവശ്യമായി അന്യരുടെ ജീവൻ അപഹരിക്കരുത് എന്നുള്ളതാണ്. പ്രതിരോധത്തിന്റെ വിഷയത്തിൽ അതേസമയം വിശുദ്ധ മതത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ അനിവാര്യമായ രീതിയിലുള്ള ആ ചെറുത്തുനിൽപ്പിനെ കുറിച്ചോ അതല്ലെങ്കിൽ ആ നിലനിൽപ്പിലേക്ക് വഴിയൊരുക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചോ അല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. അതേസമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൃത്യമായിരിക്കുന്ന ദിശാബോധമാണ് ഓരോ ഘട്ടത്തിലും മഹാന്മാരാകുന്ന സ്വഹാബത്തിന് നൽകുന്നത്. അങ്ങനെയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നേരിട്ട് പങ്കെടുത്ത ആ യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബദറും ഉഹദും ചരിത്രത്തിലേക്ക് എഴുതപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു അവരുടെ കച്ചവട സാധനങ്ങളുമായി വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കച്ചവടം നടത്താൻ പോവുകയും ആ കച്ചവടം നടത്താൻ പോകുന്ന സംഘങ്ങളെ പിടികൂടണമെന്ന ലക്ഷ്യത്തോടുകൂടെ മക്ക മദീനയിലെ ബഹുമാനപ്പെട്ട മുഹാജിറുകളാകുന്ന സ്വഹാബത്ത് തീരുമാനിക്കുകയും ആ തീരുമാനത്തെ ചില തെറ്റിദ്ധാരണകൾ പരത്തി മക്കയിലെ ഖുറൈശികൾക്കിടയിലേക്ക് ലംലമിനെ പോലുള്ള ചില ആളുകളുടെ കുബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിലേക്കുള്ള കളമൊരുങ്ങുന്നത്. ബദർ യുദ്ധ ദിവസം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിന്റെ നാളിൽ ഞാൻ അതാ അണിയണിയായി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഇടതു വലതു ഭാഗത്തേക്ക് നോക്കി. ആ സമയത്ത് അൻസ്വാറുകളായ 2 കുട്ടികളായിരുന്നു എന്റെ ഇരുഭാഗങ്ങളിലുണ്ടായിരുന്നത്. അവരെക്കാൾ ശക്തിയുള്ളവരുടെ ഇടയിലായിരുന്നുവെങ്കിൽ എന്ന് ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം അപ്പുറമാണെങ്കിലും ഇപ്പുറമാണെങ്കിലും ചെറിയ 2 കുട്ടികളാണ്. ആ കുട്ടികളിൽ ഒരാൾ എന്റെ കൈ തട്ടിക്കൊണ്ട് ചോദിച്ചു, എന്താ ചോദിച്ചത്? എന്റെ പിതൃവ്യ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫു അബാ ജഹൽ, നിങ്ങൾക്ക് അബൂ ജഹലിനെ അറിയുമോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് പ്രയാസപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും അത്രമേൽ ദ്രോഹിക്കുകയും ചെയ്ത അബൂ ജഹലിനെ നിങ്ങൾക്കറിയുമോ എന്ന് ആ മക്കൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, അതേ എന്റെ സഹോദരപുത്ര, ഏതേ എനിക്കറിയാം എന്ന് പറയുകയും ആ സമയത്ത് ചോദിച്ചു, ഫമാ ഹാജതുക ഇലൈഹി, എന്തിനാ നിങ്ങൾക്ക് അയാളെ കിട്ടിയിട്ട് കാര്യം എന്ന് ചോദിച്ചപ്പോ ആ മക്കള് പറഞ്ഞ മറുപടിയാണ്, സുബ്ഹാന റബ്ബി ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറഞ്ഞ മറുപടി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാള് ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബായ തങ്ങളെ വേണ്ടാത്ത പളക്ക പറയാറുണ്ട്.
അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന വിഷയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ മക്കള് പറയാണ്, അല്ലാഹു സത്യം, അവനെ ഞാൻ കണ്ടാൽ ആരുടെ മരണവിധിയാണോ ആദ്യമെത്തുന്നത് അവന് മരിക്കുന്നത് വരെ എന്റെ ശരീരം അബൂജഹലിന്റെ ശരീരത്തെ തൊട്ട് വിട്ടുപിരിയുകയില്ല എന്ന് പറഞ്ഞാൽ അയാളെ ഞാൻ കൊല്ലന്നെ ചെയ്യും, ഇല്ലാണ്ട് ഞാൻ പോകൂല എന്ന് അവരിങ്ങനെ പറയാണ്. സുബ്ഹാന റബ്ബി, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയാണ്, ആ മക്കളുടെ സംസാരം അത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഒരു കുട്ടി മാത്രമല്ല, രണ്ടാൾമാരും അതേപോലെ സംസാരിക്കുകയാണ്. അധിക സമയം കഴിഞ്ഞില്ല, അബൂജഹൽ തന്റെ ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ സമയത്ത് ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ, അതാ ഇതാണ് നിങ്ങൾ എന്നോട് നേരത്തെ ചോദിച്ച ആ മനുഷ്യൻ. ആര്? അബൂജഹൽ എന്ന് പറയുന്ന ആള്. അലാ തറയാനി ഹാദാ സാഹിബുകും അല്ലദീ തസ്അലാനി അൻഹു, നിങ്ങൾ രണ്ടാൾമാരും നേരത്തെ ചോദിച്ചിരുന്ന അയാളാണ് ആ കാണുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ കാണിച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉടനെ അവർ രണ്ടുപേരും വാളെടുത്തിറങ്ങി. അബൂജഹൽ കൊല്ലപ്പെടുന്നത് വരെ അവനെ വെട്ടിക്കൊണ്ടിരുന്നു. ആ മക്കള് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വന്ന് വിവരം പറഞ്ഞു. ചോദ്യം ഹബീബായ തങ്ങൾ ആ മക്കളോട് ചോദിക്കുകയാണ്, അയ്യുകുമാ ഖതലഹു, നിങ്ങളിൽ ആരാണ് അവനെ കൊന്നത്? അതാ രണ്ടുപേരും ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞു. അവരവകാശപ്പെടുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ വാളുകൾ തുടച്ചോ, അതിൽ രക്തം അത് നിങ്ങൾ തുടച്ചു കളഞ്ഞോ? ഇല്ല എന്ന് മറുപടി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരുടെയും വാളുകൾ പരിശോധിച്ചു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അവനെ കൊന്നിരിക്കുന്നു. എന്നിട്ടോ അബൂജഹൽ അയാളുടെ തടിയിൽ നിന്ന് അതാ കിട്ടുന്ന ആ സാധന സാമഗ്രികൾ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. ആ രണ്ട് കുട്ടികൾ, അതൊന്ന് ആരാ? ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് തങ്ങളാണ്. മറ്റൊന്നോ മുആദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹു ആണ്. അവിടെ കാണാം, യഥാർത്ഥത്തിൽ മുആദ് ഇബ്നു അംർ ജമൂഹി എന്നവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ കുട്ടിക്കാണ്, അയാൾക്കാണ് ആ സമ്പത്ത്, അതായത് അബൂജഹലിന്റെ തടിയിൽ നിന്നെടുത്ത ആ മുതലിന് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരാണ്. അവരെ ആദ്യം വെട്ടി കീഴ്പ്പെടുത്തിയത് അദ്ദേഹമാണ്. അതേ സമയം ഹബീബായ തങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് വധിച്ചത് എന്ന് പറയാനുള്ള കാരണം അത് അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും കാണാം, ഈ രണ്ട് മക്കളും അബൂജഹലിനെ വെട്ടിയ ശേഷം അബൂജഹലിനെ കുറിച്ച് അന്വേഷിക്കാൻ ഹബീബായ തങ്ങള് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധക്കളത്തിലേക്ക് അയക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ചെന്നപ്പോ അബൂജഹൽ ഇങ്ങനെ അന്ത്യശ്വാസം വലിക്കുന്നത് കണ്ടു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവന്റെ തലയറുക്കുകയാ. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഹബീബായ തങ്ങളെ ബേജാറാക്കിയ, ഹബീബായ തങ്ങളെ കുറ്റം പറഞ്ഞ, ഹബീബായ തങ്ങളെ പല രീതിയിലും ബുദ്ധിമുട്ടാക്കിയ ആളുടെ അവസാനത്തെ അവസ്ഥ. സുബ്ഹാന റബ്ബി, കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് തങ്ങൾ പറയുന്നുണ്ട്, ബദർ ദിവസത്തിൽ അബൂജഹൽ നേരിട്ടതും അതുപോലെ തന്നെ അവനെ കീഴ്പ്പെടുത്തിയ ശേഷം, അവനെ നേരിട്ടത് ഞാനാണ്, അവനെ കീഴ്പ്പെടുത്തിയ ശേഷം അവന്റെ മുകളിൽ കയറി തണ്ടങ്കാലിന്റെ പകുതി ഭാഗം ഞാൻ വെട്ടിയെടുത്തു. അവന്റെ മകൻ ആരാ? ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നവരാണ്, സ്വഹാബിയാണ്. ആ ഇക്രിമ എന്നവർ വന്ന് എന്റെ ചുമലിൽ വെട്ടുകയും എന്റെ കൈ തൊലിയിൽ മാത്രം തൂങ്ങി നിൽക്കുകയും ചെയ്തു. പിന്നീട് ആ കൈ ഞാൻ പിന്നിലേക്ക് തൂക്കിയിട്ട്
അങ്ങനെയാണ് ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ യുദ്ധം ചെയ്തത്. വീണ്ടും ആ കൈ ഇങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് യുദ്ധം ചെയ്യൽ പ്രയാസമാണെന്ന് കണ്ടപ്പോ ഞാൻ ആ കയ്യിന് മുകളിൽ കാല് വെച്ച് നീട്ടി വലിക്കുകയും കൈ മുറിച്ചെടുത്ത് ഒഴിവാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവര്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹി എന്നവർ വഫാത്താകുന്നത്. നോക്കൂ, ഇസ്ലാമിന് വേണ്ടിയിട്ട്, വിശുദ്ധ മാർഗം നമ്മിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മഹാന്മാരാകുന്ന സ്വഹാബത്ത് സഹിച്ച ത്യാഗങ്ങളാ. ഈ രീതിയിൽ പല വിഷയങ്ങളും ബദറിന്റെ രണാങ്കണത്തിൽ കാണാൻ സാധിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്നതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ പറയുന്നുണ്ട്, ബദർ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 315 സ്വഹാബികളും പുറപ്പെടുകയാണ്. ഹബീബായ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും. ഹബീബായ തങ്ങളുടെ ദുആ ആണ്. എന്താ അവിടുന്ന് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ഇവര് ചെരിപ്പില്ലാത്തവരാണ്, അവരെ നീ ചുമക്കേണേ അല്ലാ. ഇവർ വസ്ത്രമില്ലാത്തവരാ, ഇവരെ നീ ധരിപ്പിക്കണേ അല്ലാ. ഇവർ വിശക്കുന്നവരാ, ഇവർക്ക് നീ വയറു നിറക്കണേ റബ്ബേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വിജയം നൽകുകയാണ്. ചരിത്രം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ മടങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അവിടെ കാണാം, ആ ബദറിൽ നിന്ന് മടങ്ങുമ്പോ 1-2 ഒട്ടകങ്ങളെയും കൂട്ടി മടങ്ങാത്ത ആരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അവർ വസ്ത്രം ധരിക്കുകയും വയറു നിറയെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഹബീബായ തങ്ങളുടെ പ്രാർത്ഥനയാണ്, അവിടുത്തെ ദുആ ആണ്. ബഹുമാനപ്പെട്ട സ്വഹാബിമാരിങ്ങനെ പറയുന്നുണ്ട്, ബദർ യുദ്ധ ദിവസം കഴിഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു കുതിരപ്പുറത്ത് പടയങ്കി ധരിച്ച് കുന്തം പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ വരികയാണ്. അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ പൊടി നിറഞ്ഞിട്ടുണ്ടായി. അദ്ദേഹം അതാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അല്ലാഹുവാണ് എന്നെ അങ്ങയുടെ അടുക്കലേക്ക് അയച്ചത്, അങ്ങേക്ക് തൃപ്തിയാകുന്നത് വരെ തിരിച്ചു പോരാൻ പാടില്ല എന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന വിഷയം ബഹുമാനപ്പെട്ടവര് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, അറദീത, തങ്ങളെ അങ്ങ് തൃപ്തിപ്പെട്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞത് നഅം റദീതു. എന്തേ വിഷയം? ആ സ്വഹാബത്ത് പാവങ്ങളാണ്, കൃത്യമായ ഭക്ഷണങ്ങളില്ല, കുടിക്കാൻ വെള്ളമോ സൗകര്യമോ ജാസ്തിയില്ല. അങ്ങനെയതാ ആ വന്നു നിൽക്കുന്ന 300-ൽ കൂടുതൽ വരുന്ന സ്വഹാബത്ത്, എതിര് നിൽക്കുന്നതോ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളാ. അവരെ കാണുമ്പോ ഇവര് പേടിച്ചില്ല. വിശ്വാസമാണ് ആയുധം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ, ഈ സംഘം ഇന്ന് ഇവിടെയതാ തോറ്റുകഴിഞ്ഞാൽ പിന്നെ നിന്റെ ദീന്, ആ ദീന് പഠിപ്പിക്കാൻ, അത് പറഞ്ഞു കൊടുക്കാൻ ഭൂമുഖത്ത് വേറെ ആളുകൾ ഉണ്ടാവില്ല എന്ന പ്രാർത്ഥനക്ക് ഉത്തരമാ ആ സംഘത്തെ സഹായിക്കാൻ അല്ലാഹു മലായികത്തിനെ അയക്കുകയാ. ആ മലായികത ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നത് അവരല്ലേ ബദറിൽ സഹായിച്ചവര്. സുബ്ഹാന റബ്ബി. ഏതായാലും ആ രീതിയിൽ ബദർ വലിയ വിജയമായി. ബദർ വലിയ വിജയമായപ്പോൾ ഒരുപാട് പ്രമുഖരായ ഖുറൈശി നേതാക്കളും മുശ്രിക്കുകളുടെ ഭാഗത്തുള്ള പ്രമുഖരായ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മൗത്തായി. ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അതിന്റെ പ്രതികാരം വീട്ടാൻ ഹിജ്റ 3 ശവ്വാൽ 6-നാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. ബദറിലുണ്ടായ പ്രയാസം
ആ പ്രയാസത്തിന് പരാജയത്തിന് പകരം വീട്ടാൻ 3000-ഓളം സൈനികരുമായി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ടവര് പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. സ്വഹാബിയ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ എന്നവരുടെ നേതൃത്വത്തിൽ 3000-ഓളം ഒട്ടകങ്ങളും 200 കുതിരകളുമായി ശത്രുക്കളുടെ വൻ സൈന്യം മദീനയിലേക്ക് മദീനയുടെ അടുത്തുള്ള ഉഹദിലേക്ക് എത്തുകയാണ്. കേവലം 700 ആൾമാരാണ് മുസ്ലിമീങ്ങളുടെ ഭാഗത്തുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായി നിരീക്ഷിക്കാൻ ഒരു ഗുഡ്ഡയുടെ മീറ്റ് കുറച്ചാൾമാരെ ഏൽപ്പിക്കുകയുണ്ടായി. അവരെല്ലാം അവിടെ നിന്നു. യുദ്ധം നടന്നു. ശത്രുക്കൾ അമ്പേ പരാജയപ്പെട്ടു. അവര് പിന്തിരിഞ്ഞോടി. ആ സമയം താഴ്ഭാഗത്ത് പരാജിതരായി മൗത്തായി കിടക്കുന്ന അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ആ മുശ്രിക്കീങ്ങൾ, എതിരാളികൾ അവരുടെ സ്വത്ത്, ഗനീമത്ത് സ്വത്തിങ്ങനെ എടുക്കുമ്പോ അതിങ്ങനെ കളക്ട് ചെയ്യുമ്പോ അത് കണ്ടപ്പോ സമയം ആയിട്ടുണ്ടാവണം. ഹബീബായ തങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, അവിടുന്ന് പറയാതെ താഴേക്ക് വരരുത്. പക്ഷേ ഇവര് വിചാരിച്ച് യുദ്ധം കഴിഞ്ഞില്ലേ, ഇനി ഇറങ്ങി വരാലോ എന്ന് വിചാരിച്ച് ആ ഗുഡ്ഡയുടെ മീത്തുനിന്ന് താഴേക്ക് ഇറങ്ങുകയും അങ്ങനെ ഇറങ്ങിയ സമയം പിന്തിരിഞ്ഞു പോകുന്ന ശത്രു സൈന്യം അവര് പ്രത്യേകം നിരീക്ഷിക്കാൻ വേണ്ടി ഗുഡ്ഡയുടെ മീത്ത് നിൽക്കുന്ന ഈ ആൾമാര് ഇറങ്ങിപ്പോയി എന്ന് കണ്ടപ്പോ ബാക്കിലൂടെ കയറി വീണ്ടും അറ്റാക്ക് ചെയ്യാണ്. ആ രീതിയിൽ ഉഹദ് യുദ്ധത്തിൽ ചെറിയൊരു തിരിച്ചടി സ്വഹാബത്തിനിക്ക് മുസ്ലിം സൈന്യത്തിന് ഏൽക്കുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നേതൃത്വം നൽകിയ ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അടക്കം 70 മുസ്ലിമീങ്ങൾ ഷഹീദാവുകയും 150ഓളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്യുകയാണ്. അവിടെ കാണാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് യുദ്ധം ചെയ്യുമ്പോ ആ യുദ്ധത്തിനിടയിൽ ഉഹദിന്റെ രണാങ്കണമാ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഉൽസൂം ഇബ്നു ഹുസൈൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ നെഞ്ചിലേക്ക് അമ്പേൽക്കുകയാണ്. ആ അമ്പേറ്റ ആ മുറിവുമായി ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് ചെന്നപ്പോ അവിടുത്തെ ഉമിനീര് അങ്ങോട്ടാക്കുകയാണ്. ആ സമയം ആ പ്രയാസമങ്ങ് നീങ്ങിപ്പോവാണ്, അതങ്ങ് ഉണങ്ങിപ്പോവാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹദ് യുദ്ധത്തിന്റെ ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിനു നേരെ നിന്ന് എന്റെ മുഖം കൊണ്ട് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു. അബൂദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുതുകുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുകിനു നേരെ ഹബീബായ തങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരുപാട് അമ്പുകൾ നിറഞ്ഞു. ഈ അമ്പുകളെല്ലാം അദ്ദേഹത്തിന്റെ തടിയിലേക്കാ വരുന്നത്. അങ്ങനെ കാണാൻ പറ്റുന്നതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി അവിടുത്തേക്ക് വേണ്ട രീതിയിൽ എല്ലാ നിലക്കും സ്വഹാബത്ത് കാവല് നിൽക്കുകയാ. അവിടെ കാണാം ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കുതിരപ്പുറത്തായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നിൽക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാ എന്റെ ഉമ്മ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞപ്പോ സുബ്ഹാന റബ്ബി, അവിടുത്തെ ഉമ്മയോട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, എന്താ അവിടുത്തെ മകനാകുന്ന അംർ ഇബ്നു മുആദ് എന്നവര് ഉഹദിൽ വഫാ ഷഹീദായി പോയി. ആ സങ്കടത്തിന്റെ വിഷയം പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചപ്പോ ആ ഉമ്മയുടെ മറുപടി എന്താണെന്നറിയുമോ?
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമാ ഇദാ റഅയ്തുക സാലിമൻ ഫഖദിസ്തവൈതുൽ മുസീബതാ. ഹബീബായ തങ്ങളെ അങ്ങയെ രക്ഷപ്പെട്ടവരായി കണ്ടതിനാൽ മകൻ മരിച്ച മുസീബത്തിനെ ഞാൻ നിസ്സാരമായി കാണുന്നു. ഹബീബായ തങ്ങൾക്ക് അവർ കൊടുക്കുന്ന സ്ഥാനമാ ആ മകനേക്കാൾ അവർ സ്നേഹിച്ചത് മുത്തുനബിയെയാണ്. സുബ്ഹാന റബ്ബി. ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, യാ ഉമ്മ സഅദ്, നിങ്ങൾ സന്തോഷിക്കുവീൻ. ഉഹദിലെ രക്തസാക്ഷികളുടെ ബന്ധുക്കളെ അതാ അവരെല്ലാം സന്തോഷ വാർത്ത അറിയിക്കണം. അവരെല്ലാം സ്വർഗത്തിൽ കൂട്ടുകൂടിയിരിക്കുന്നു. അവരെല്ലാം അവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ശുപാർശ ചെയ്തിരിക്കുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോ സുബ്ഹാന റബ്ബി, അവര് പറഞ്ഞു, നബിയേ, ഞങ്ങളിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും അവർക്ക് വേണ്ടി കരയുമോ? ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉഹദിലെ രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാണ്. അവിടുന്ന് ദുആ ചെയ്തത്, അല്ലാഹുമ്മ അദ്ഹിബ് حزن قلوبهم وجبر مصيبتهم وأحسن الخلف على من خلفوا. എന്നിങ്ങനെ അവിടുന്ന് ദുആ ചെയ്യാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ, അവരുടെ മനസ്സിലെ വേദനകൾ നീ നീക്കണേ, അവരുടെ മുസീബത്തിന് നീ നന്മ നൽകണമേ, അവർ ബാക്കി വെച്ചു പോയതിൽ നീ നന്മ ബാക്കിയാക്കണേ അല്ലാഹ്. ഈ രീതിയിൽ ദുആ ചെയ്യുകയും അവർക്കെല്ലാം വലിയ സന്തോഷമാവുകയും ചെയ്തു. അത്രമേൽ അവർ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുകയും അവിടുത്തോടുള്ള ഇഷ്ടം വെക്കുകയും ചെയ്യാണ്. ആ പരിഗണനയുടെ ആ ഇഷ്ടത്തിന്റെ ബാക്കിയാണ് അവര് സകലതും നഷ്ടപ്പെട്ടപ്പോഴും ഹബീബായ തങ്ങൾക്കൊന്നും പറ്റിയില്ല എന്നറിഞ്ഞപ്പോൾ സന്തോഷിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു രസമാണ്, എന്തൊരു ചരിത്രമാ. ഈ രീതിയിൽ മഹാന്മാരാകുന്ന സ്വഹാബത്ത് സഹിച്ച ത്യാഗങ്ങൾ, മദീനയിൽ സ്വസ്ഥ ജീവിതം വിചാരിച്ചു വന്നെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ എത്രയോ പ്രയാസങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഹുദൈബിയ സന്ധിയും തുടർന്നുള്ള സംഗതികളും ഒക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ക്ലാസ്സുകൾ നിർത്തുകയാണ്. സമയം അരമണിക്കൂറിന്റെ അടുത്തായി. ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ മനസ്സിലാക്കുകയും നോട്ട് ചെയ്യേണ്ടതിനെ നോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉഹദ് യുദ്ധത്തിലെയും ബദർ യുദ്ധത്തിലെയും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കിയെല്ലാം അടുത്ത ക്ലാസ്സിൽ പറയാം. വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ, ബറക്കത്ത്, സലാമത്ത്, സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.